അമേരിക്കയിലും ഇസ്രയേലിലും ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഒരുപാട് പ്രതിഷേധങ്ങൾ ആളിക്കത്തിക്കാൻ നോക്കി. പക്ഷേ അവിടെ കത്തിയില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ കത്തുന്നത് ഇസ്രയേലിലും അമേരിക്കയിലുമാണ്. ജനങ്ങൾ തെരുവിലിറങ്ങുന്നു. ജനങ്ങൾ പറയുന്നത് റെജിം ചേഞ്ച് വേണ്ടത് ഇവിടെയാണ് എന്നാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് യുദ്ധം ചെയ്യുന്നത് ഇറാനെതിരെ മാത്രമല്ല, അത് മാനവരാശിക്കെതിരെയാണ്. ഇപ്രാവശ്യം അവർ ജയിച്ചു കയറിയാൽ പൂർണ്ണമായിട്ടും സമാധാനപൂർവ്വം ജീവിക്കുന്ന രാജ്യങ്ങളിലേക്ക് കടന്നു കയറാനുള്ള താല്പര്യം അവർക്ക് കൂടും. അത് തിരിച്ചറിയാവുന്നവരാണ് അമേരിക്കയിലെ 2 വിഭാഗം ജനങ്ങളും. അമേരിക്കയിലെ 2 വിഭാഗം ജനങ്ങളും ഇപ്പോൾ ട്രംപിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എവിടെയാണോ അവർ പ്രൊട്ടസ്റ്റ് ഉയരാൻ ഉദ്ദേശിച്ചത് അവിടെ ഉയർന്നില്ല എന്ന് മാത്രമല്ല, അമേരിക്കയിലും ഇസ്രയേലിലും പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഈ പ്രതിഷേധങ്ങൾക്കിടയിൽ എണ്ണവില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിലക്കയറ്റം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമ്മർദ്ദങ്ങൾ കൊണ്ട് ട്രംപ് യുദ്ധം നിർത്താൻ ആലോചിക്കുന്നതായിട്ട് വാർത്തകൾ കാണുന്നു. നെതന്യാഹുവും സമാനമായിട്ടുള്ള അവസ്ഥയിലാണെന്ന് കാണുന്നു. എന്നാൽ വെറുതെ ഇരിക്കുന്ന തങ്ങൾക്കെതിരെ ബോംബ് പ്രയോഗിച്ച് യുദ്ധം ചെയ്ത് ഇനി അതിൻ്റെ ഫലം അനുഭവിച്ചിട്ട് പോയാൽ മതി എന്ന നയത്തിലാണ് ഇറാനുള്ളത്. ഇറാൻ അക്രമം ക്രമാതീതമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മിഡിൽ ഈസ്റ്റിലെ ആമസോൺ ഡാറ്റാ സെന്ററിന് നേരെ കനത്ത ആക്രമണം ഉണ്ടായി. അമേരിക്കയ്ക്ക് പിന്തുണ നൽകുന്ന ടെക് ഭീമന്മാർക്കും അതുപോലെ ഇസ്രായേലിന് പിന്തുണ നൽകുന്ന ടെക് ഭീമന്മാർക്കെതിരെ ഉള്ള ആക്രമണം ഇറാൻ തുടങ്ങി വച്ചിരിക്കുകയാണ്. അപ്പോൾ എന്ത് വന്നാലും വേണ്ടില്ല, എന്ത് വില കൊടുത്താണെങ്കിലും അമേരിക്കയ്ക്കെതിരെയും ഇസ്രായേലിനെതിരെയും പൊരുതി തന്നെ ഞങ്ങൾ ഈ വിഷയം വരുതിയിലാക്കും എന്നുള്ള ചിന്താഗതിയിലാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. അമേരിക്കയുടെ സ്ഥിരം കോമഡിയാണ് ഈ ആണവായുധം ഉണ്ടാക്കുന്നു, ആ രാജ്യം ആണവായുധം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ രാജ്യങ്ങളുടെ പരമാധികാരത്തിലേക്ക് കടന്നു കയറുക, അവിടെ ആക്രമിക്കുക. അതിനൊരു ഇരയായിരുന്നു ഇറാഖ്. ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഇറാനിലും കുളം കലക്കി മീൻ പിടിക്കാമെന്ന് വിചാരിച്ച അമേരിക്കക്ക് തെറ്റിയിട്ടുണ്ട്. ഈ 2 യുദ്ധവീരന്മാരെയും അവരുടെ ജനത തന്നെ തോൽപ്പിക്കുന്ന ഒരു സാഹചര്യം വരും. നമുക്ക് കാത്തിരിക്കാം.